ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുജു പറയുന്നുണ്ട് സാഗറിനോട്, അതായത് ബലരാമൻ നമ്മുടെ മൂത്ത മകനാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ സാഗർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് വിട്ടുപോയ നമ്മളെ സ്വന്തം മകനല്ലേ. പക്ഷേ ഇതറിയുന്ന കൃപയ്ക്കും കൃഷിനും അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സാധിക്കുമോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് സുജു. എന്തായാലും അവൻ നമ്മുടെ മകനാണെന്നുള്ളത് തെളിയിക്കട്ടെ എന്ന് പറയുന്നു. ആ സമയം അവിടേക്ക് കൃപ വരുന്നുണ്ട്. എന്തൊക്കെയാ അച്ഛായി പറയുന്നത്? വേറൊരാളെ വിളിച്ച് അയാൾ ഞങ്ങളുടെ ഏട്ടനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വരട്ടെ കൃപമോളെ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയാണോ എന്നുള്ളത്. അത് പറ്റില്ല, ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ മതി, വേറൊരാളെ വേണ്ട, അങ്ങനെയൊന്നും പറയല്ലേ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ച പോലെ നടക്കും. ആദ്യം ബലരാമൻ ഇങ്ങോട്ട് വരട്ടെ. പക്ഷേ കൃപയാണെങ്കിൽ ഒരിക്കലും ബലരാമനെ ഏട്ടനായിട്ട് സ്വന്തം അച്ഛനും അമ്മേൻ്റെ മകനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അതിനുശേഷം തന്നെ കാണിക്കുന്നത് ബലരാമനെയാണ്. ബലരാമന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നു. ഇന്ന് അച്ഛനും അമ്മയും കാണാനായിട്ട് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഭാഗ്യശ്രീ അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, എന്തായിരിക്കും എന്നെ കാണുമ്പോൾ കൃഷ്ണനും കൃപയ്ക്കും അത്ര ഇഷ്ടമൊന്നും ആവില്ല, അച്ഛനമ്മയും പോലെ അല്ല അവർ എന്ന് പറയുന്നുണ്ട്. എല്ലാം ശുഭകരമായിട്ട് അവസാനിക്കേട്ടാ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കൂട്ടോ എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണനോട് ദേവ്ജി ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണൻ ഒട്ടും താല്പര്യമുണ്ട്. കൃഷ്ണാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റിട്ട് പോവാട്ടോ. കൃഷ്ണ ഒന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണാണെങ്കിലോ ഒരിക്കലും തന്നെ അത് കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. അതിനുശേഷം തന്നെ കൺമണിയോട് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. എനിക്ക് ഒട്ടും താല്പര്യമില്ല ബലരാമനെ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയുടെ മകനായിട്ട് അംഗീകരിക്കാനും എൻ്റെ ഏട്ടനും ആയിട്ട് അംഗീകരിക്കാനൊന്നും. അവൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂരത മാത്രമല്ലേ കൺമണി ചെയ്തിട്ടുള്ളൂ. പിന്നെ അവനെ ആ സ്ഥാനത്ത് എങ്ങനെ സ്ഥാപിക്കാനാന്ന് പറയുന്നുണ്ട്. ക്രിസ് സാർ, അതുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. ബലരാമനൊരു പാവമായിരുന്നു. അയാളെ കൊണ്ട് അയാളുടെ അച്ഛനും അമ്മയും പറയുന്നവർ ചെയ്യിപ്പിച്ച കാര്യമല്ലേ. അതിന് സാർ അയാളെ കുറ്റപ്പെടുത്തേണ്ട. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വന്തം ഒരു ഏട്ടനെ കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൺമണി, ഇതിനെക്കുറിച്ചൊന്നും നീ എന്നോട് സംസാരിക്കേണ്ട എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു കണക്കിന് നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറ്റി കേട്ടോ കൺമണി കൃഷ്ണന്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ കഴിയുന്ന എപ്പിസോഡ് വിശേഷം.